The following program does not promote drug and substance abuse in any way. It, however, aims to discourage the vice by exposing its detrimental effects. നിങ്ങൾക്കറിയാമോ ഈ MDMA എന്താണെന്ന്? ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുകയെന്ന്? ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന്? ഓരോ ദിവസവും MDMA എന്ന മാരക മയക്കുമരുന്നുമായി ഒന്നിലേറെ മലയാളികൾ പിടിയിലാകുന്നുണ്ട്. അവരിൽ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, അധ്യാപകരും ഡോക്ടർമാരുമുണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമൊക്കെയുണ്ട്. കേരളത്തിനെതിരെ ഏതോ അജ്ഞാത ശക്തി നടത്തുന്ന യുദ്ധത്തിൻ്റെ വജ്രായുധമാണ് MDMA എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഇരകളായി പിടഞ്ഞു വീഴുകയാണ് ഈ നാട്ടിലെ കഴിവുറ്റ മനുഷ്യരെല്ലാം. ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനും തിരുത്താനും ചെറുക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നാം കൈവശപ്പെടുത്തിയ നന്മകളെല്ലാം പട്ടടയിലൊതുങ്ങും. അരാജകത്വവും അക്രമവും ഈ നാട്ടിൽ നടമാടും. നമ്മുടെ യൗവനങ്ങൾ ആയുസ്സെത്താതെ ഒടുങ്ങും. ഒടുവിൽ ഇവിടമൊരു ശവപ്പറമ്പായി മാറുക തന്നെ ചെയ്യും. അതിനു മുൻപ് അമ്മപങ്ങന്മാരെ തിരിച്ചറിയാനാകാത്ത പുരുഷന്മാരും പുരുഷനെ ഉന്മാദ ലഹരിയോടെ മാത്രം തേടുന്ന സ്ത്രീകളും ഈ നാട്ടിലെ നിത്യ കാഴ്ചകളായി മാറും. ഈ നാടിനെ മുച്ചൂടും മുടിക്കാനെത്തിയ MDMAയെക്കുറിച്ചാണ് ഇക്കുറി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ക്ഷേത്രത്തിലെ ഭസ്മമെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന ഈ പൊടിയാണ് MDMA. മയക്കുമരുന്നുകളിലെ കാളകൂട വിഷമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മാനവരാശിയെ അപ്പാടെ നിഗ്രഹിക്കാൻ ശേഷിയുള്ള മുതലാണിവൻ. സർവനാശത്തിന് മുമ്പ് പൈശാചിക നൃത്തമാടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിഷം. മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റാമിൻ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് MDMA. ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMAയെ പല പേരുകളിലാണ് നമ്മുടെ ബാലകൗമാരങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഐസ് മെത്ത്, കല്ല്, പൊടി, കൽക്കണ്ടം, ക്രിസ്റ്റൽ മെത്ത്, ഷാബു, ക്രിസ്റ്റൽ, ഗ്ലാസ്, ഷാർഡ്, ബ്ലൂ, ഐസ്, ക്രിസ്റ്റൽ, സ്പീഡ് തുടങ്ങിയവയാണ് ഈ ക്രൂരൻ്റെ ചെല്ലപ്പേരുകൾ. തുച്ഛമായ വിലയ്ക്ക് രാസപദാർത്ഥങ്ങൾ വാങ്ങി ലാബിലുണ്ടാക്കുന്ന സിന്തറ്റിക് ആയുള്ള ഒരു കെമിക്കലാണ് MDMA. ഉൽപ്പന്നമായാൽ ഇത് മാർക്കറ്റിൽ വലിയ വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് മാത്രം. മുമ്പ് അപൂർവമായിരുന്നു ഇതെങ്കിൽ ഇന്ന് സുലഭമാണ്. ഇന്ത്യൻ വിപണിയിൽ ലക്ഷങ്ങളാണ് ഇതിൻ്റെ മതിപ്പുവില. രാജ്യാന്തര വിപണിയിൽ കോടികൾ വില വരും. കുറഞ്ഞ അളവിൽ പോലും ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് സെറോട്ടോൺസ് പോലെയുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ ശരീരം വളരെ സന്തോഷവും എനർജറ്റിക് ആവുകയും ഒക്കെ കാണപ്പെടുകയും ചെയ്യും. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ഈ ഹാപ്പിനെസ് ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു വരികയും ആളുകൾ വളരെ ഡള്ളാവുകയും ഡിപ്രഷനിലേക്കൊക്കെ പോവുകയും ഉറക്കം ഇല്ലാതിരിക്കുന്ന അവസ്ഥ വരികയും ചെയ്യും. ചിലപ്പോൾ തുടർച്ചയായി ഉറങ്ങുന്ന അവസ്ഥയും വരാം. ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ആരിലെങ്കിലും കണ്ടാൽ ഉടൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഒരിക്കലും ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്. കാരണം അത് ഒന്നുകിൽ നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലും. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഹാലൂസിനേഷൻ, വിഭ്രാന്തി ഉൾപ്പെടെ തോന്നുകയും ചെയ്യും. അതായത് നമ്മളെ മറ്റുള്ളവർ ആക്രമിക്കാൻ വരുന്നതായി നമുക്ക് തോന്നുകയും എപ്പോഴും ആയുധം കയ്യിൽ വയ്ക്കാൻ നമുക്ക് തോന്നുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലും നമുക്ക് മനസ്സിലാവാതെ അവരെ അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട്. ഇതിനൊപ്പം മദ്യം കൂടി ആകുമ്പോഴാണ് ആളുകൾ അതിക്രൂരന്മാരായി മാറുകയും വയലൻസിൻ്റെ ഏറ്റവും മാരകമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. ആദ്യം ഈ ഭീകരൻ്റെ ജന്മരഹസ്യം നമുക്കൊന്നറിഞ്ഞു വരാം. ജർമ്മനിയിലാണ് ഇവൻ്റെ പിറവി. 1912 ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കാണ് MDMA ആദ്യമായി സമന്വയിപ്പിച്ചത്. മെർക്കിലെ രസതന്ത്രജ്ഞനായ ആൻഡൺ കോലിഷ് ഈ രാസപദാർത്ഥം സൃഷ്ടിച്ചത് വിശപ്പിനെ ജയിക്കാനുള്ള മരുന്ന് എന്ന നിലയിലായിരുന്നു. 1970കളിൽ സൈക്കോതെറാപ്പിയിൽ ഇത് ഉപയോഗിച്ചു വന്നു. എന്നാൽ 1980 ആയപ്പോഴേക്കും ഇത് ഒരു ജനപ്രിയ തെരുവ് മയക്കുമരുന്നായി മാറുകയായിരുന്നു. കേരളത്തിൽ MDMA വ്യാപകമായിട്ട് 5 ആണ്ടുകളെ ആയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനു മുമ്പ് വളരെ കുറച്ച് MDMA കേസുകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എവിടെയും ഈ രാസലഹരി കിട്ടുമെന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി. ഇനി എന്തിനാണ് ആളുകൾ ഈ രാസലഹരിയിലേക്ക് ആദ്യം എത്തുന്നത് എന്ന് നോക്കാം. ചില്ലായിരിക്കാനാണ് കൗമാരക്കാരും യുവാക്കളും MDMAയിൽ അഭയം തേടുന്നത്. ചില്ലിട്ട് വയ്ക്കാനാണ് യോഗം എന്നറിയാതെയാണ് ഈ പോക്ക് എന്നതാണ് ഏറെ ദുരന്തകരമായ കാര്യം. തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും നിശാ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും സഹായിക്കുമെന്നതായിരുന്നു മെത്ത് എന്ന പേരിൽ MDMA യുവാക്കൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. നേരത്തെ തന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതിനാൽ സമ്പന്നരും സെലിബ്രിറ്റികളുമായിരുന്നു മെത്തിൻ്റെ ആദ്യ ഇരകൾ. പാർട്ടി ഡ്രഗ് എന്ന വിളിപ്പേരും ഈ ക്രൂരനുണ്ട്. DJ പാർട്ടികളിലെത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാനും MDMA ഉപയോഗിക്കുന്നുണ്ട്. പാർട്ടി ഡ്രഗ് എന്ന പേര് ലഭിച്ചത് ഇങ്ങനെയാണ്. മണവും രുചിയുമില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മെത്തടിച്ചിട്ട് അടുത്ത് നിന്നാൽ പോലും മണം പിടിച്ച് നമുക്ക് തിരിച്ചറിയാനാകില്ല എന്ന് സാരം.
മൂക്കിലൂടെയാണ് പൊതുവെ ഇത് ആളുകൾ ഉപയോഗിക്കാറുള്ളത്. വായിലൂടെയും മൂക്കിലൂടെയും ഇഞ്ചക്ഷനായും ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പൊടിച്ച ശേഷം സ്പൂണിലോ മറ്റോ ഇട്ട് മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ച് ചൂടാക്കി ദ്രവരൂപത്തിലാക്കിയ ശേഷം കുത്തിവയ്ക്കുന്നതാണ് സാധാരണ രീതി. മെത്ത് പൗഡർ മൂക്കിൽ വലിക്കുക, സിഗരറ്റിനൊപ്പം പുകയ്ക്കുക, മെത്തടങ്ങിയ ലായനി കുത്തിവയ്ക്കുക തുടങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗം. അകത്ത് ചെന്നാൽ അരമണിക്കൂറിനകം നാഡീവ്യവസ്ഥകളെയും ഇത് ബാധിക്കും. 8 മണിക്കൂർ വരെ ലഹരി നീളും. ആദ്യ ഉപയോഗത്തിൽ തന്നെ ഒരുവനെ അടിമയാക്കാൻ ശേഷിയുള്ളതാണ് ഈ മാരക മയക്കുമരുന്ന്. ആദ്യഘട്ടത്തിൽ ഇരകളെ ആകർഷിക്കാൻ ജ്യൂസിൽ കലക്കി നൽകുകയും ചെയ്യും. രുചിയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. MDMA 1 ഗ്രാം ശരീരത്തിലെത്തിയാൽ 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ ഉണർവ് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഉറക്കം വരില്ലത്രേ. നീലച്ചിത്ര നിർമ്മാണ മേഖലയിൽ ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാനും നിലനിർത്താനും ഉപയോഗിക്കുന്ന മയക്കുമരുന്നിൻ്റെ പേരും MDMA ആണ് എന്നറിയുമ്പോഴാണ് ആണും പെണ്ണും MDMAയെ അത്ഭുത മരുന്നായി കാണുന്നത്. 1 ഗ്രാം ഉപയോഗിച്ചാൽ തന്നെ മണിക്കൂറുകളോളം ക്ഷീണമില്ലാതെ നൃത്തം ചെയ്യാനും സാധിക്കും. അതിയായ ആഹ്ലാദവും ചെയ്യുന്ന പ്രവർത്തികൾ വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള തോന്നലും ഈ മയക്കുമരുന്നിന് അടിമയാകുന്നതിലൂടെ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടാകുമല്ലേ? പോകാൻ വരട്ടെ. ഇതുവരെയുള്ളതൊക്കെ വെറും ട്രെയിലറാണ്. ഇനി പറയുന്നതാണ് യഥാർത്ഥ കഥ. ഗുണ്ടാ സംഘങ്ങൾ ദുരുപയോഗിക്കുന്ന മാനസിക രോഗത്തിനുള്ള മരുന്നിനേക്കാൾ കൊടും മാരകമാണ് MDMA എന്നതാണ് വാസ്തവം. വൃക്ക, ഹൃദയം എന്നിവയെ MDMAയുടെ ഉപയോഗം പ്രതികൂലമായി ബാധിക്കും. MDMA ഉപയോഗിക്കുന്നതിലൂടെ മരണം വരെ സംഭവിക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വിദഗ്ധർ വെറുതെ പറയുന്നതല്ല. മെത്താഫെറ്റാമിൻ ശരീരത്തിൽ എത്തുന്നതോടെ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജസ്വലത കൈവരുമെന്ന് മാത്രമാണ് ലഹരി കച്ചവടക്കാർ പ്രചരിപ്പിക്കുന്നത്. അമിതമായി ഇത് ഉപയോഗിക്കുന്നത് ആ വ്യക്തിയെ വളരെ വേഗം രോഗിയാക്കി മാറ്റും. ചിലപ്പോൾ മാനസിക വൈകൃതം കാണിച്ച് ഒരു വ്യക്തിയെ കൊല്ലാനുള്ള മനസ്സ് പോലും ഉണ്ടാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഉപയോഗിച്ചു തുടങ്ങിയാൽ മറ്റ് ലഹരി വസ്തുക്കളേക്കാൾ 10 മടങ്ങ് അപകടകാരിയാണ് ഇവ. അതിവേഗം നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കും. ശരീരത്തിൻ്റെ താപനിലയും രക്തസമ്മർദ്ദവും അസാധാരണമായി ഉയരുക വഴി ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയും ഇത് ഉപയോഗിക്കുന്നവരെ പിടികൂടാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഈ മയക്കുമരുന്ന് മൂക്കിലൂടെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തെ തകരാറിലാക്കും. MDMAയുടെ അമിതമായ ഉപയോഗം ചിലരെ അക്രമകാരികളായി മാറ്റുകയും ചെയ്യും. മെത്താഫെറ്റാമിൻ ഉപയോഗിക്കുന്ന ആളുകളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അവരുടെ പല്ലുകൾ ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ പല്ലുകൾ കേടുവന്ന് നശിച്ച രൂപത്തിലായിരിക്കാം. മെത്ത് മൗത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഈ അവസ്ഥയെയാണ്. മെത്ത് മൗത്ത് വളരെ വേഗത്തിൽ സംഭവിക്കാം. ഒരു പുതിയ ആസക്തിയുള്ള ആൾക്ക് ആരോഗ്യമുള്ള പല്ലുകളുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പല്ലുകളും നഷ്ടപ്പെടും. MDMA ഉപയോഗത്തിലൂടെ അടിമയായി മാറിയ വ്യക്തിയുടെ ആയുസ് 5-10 വർഷം മാത്രമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഇനി കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം ഞാനങ്ങ് നന്നായേക്കാം എന്ന് ഏതെങ്കിലും മാന്യർക്ക് തോന്നിയാലോ? അപ്പോഴും പണി പാളും. തുടർച്ചയായ ഉപയോഗം അവസാനിപ്പിക്കുന്നതിലൂടെ ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, നിസ്സംഗത, തലവേദന തുടങ്ങിയ അവസ്ഥകളിലേക്ക് ആ വ്യക്തി പതിക്കും. ഈ മാരക മയക്കുമരുന്നിന് അടിമകളാകുമ്പോൾ പിൻവലിയൽ ലക്ഷണങ്ങൾ കാണിക്കുന്നതും പതിവാണ്. ടാറ്റു ചെയ്യുന്ന ചില സ്ഥാപനങ്ങളും ചില മാളുകളും കേന്ദ്രീകരിച്ച് വൻതോതിൽ ഈ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് റാക്കറ്റിന്റെ ഭാഗമായാണ് MDMA കേരളത്തിലേക്ക് എത്തുന്നത്. മുമ്പ് ശ്രീലങ്കയിൽ LTTക്ക് ഇപ്പോഴും സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ പ്രധാന വരുമാന മാർഗമായിരുന്നു MDMA കടത്ത്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിർമ്മിച്ച് അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിൽ എത്തിക്കുകയും അവിടെ നിന്ന് അഭയാർത്ഥികൾ വഴി ബോട്ട് മാർഗം ചെന്നൈ, തൂത്തുക്കുടി തുടങ്ങിയ തുറമുഖ നഗരങ്ങളിൽ എത്തിക്കുകയുമായിരുന്നു രീതി. അവിടെ നിന്ന് മുംബൈ, ഗോവ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഈ മാരക മയക്കുമരുന്നെത്തും. ബംഗളൂരുവാണ് MDMAയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ കളക്ഷൻ പോയിന്റ്. നൈജീരിയൻ സ്വദേശികൾ ബംഗളൂരുവിൽ ലാബുകൾ സ്ഥാപിച്ച് MDMA നിർമ്മിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളും മുമ്പ് പുറത്തു വന്നിരുന്നു. കേരളത്തിലെ നഗരങ്ങളിൽ ഇപ്പോൾ MDMAയ്ക്ക് ആവശ്യക്കാരേറെയാണ്. യുവതി യുവാക്കളും വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഉൾപ്പെടെ ഇതിൻ്റെ ഇരകളാണ്. ആണും പെണ്ണും MDMAയുമായി കേരളത്തിൽ പിടിയിലാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ചില്ലാകാൻ ഉപയോഗിച്ച് ഈ നാടിനെ മുച്ചൂടും മുടിക്കുന്ന പൈശാചിക ശക്തിയുടെ കണ്ണിയാകാൻ നാം ആരെയും അനുവദിക്കരുത്. ലഹരിക്കെതിരെ നിലപാടെടുക്കാനും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനും നമുക്ക് കഴിയണം. പൈശാചിക ശക്തികൾ നമ്മുടെ നാടിനെ ശവപ്പറമ്പാക്കി മാറ്റാതിരിക്കാൻ നാം ജാഗ്രത പാലിച്ചേ മതിയാകൂ.